Hi, welcome to our channel SDS, the splendid John towards symphony. The real beauty of life begins at the moment when you decide to be yourself. അതെ, ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ആരംഭിക്കുന്നത് നമ്മൾ നമ്മളായി ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ഒരു മാസ്കിന്റെ പുറകിൽ ജീവിച്ചു തീർക്കുകയാണ്. അവിടെ നിന്ന് നമ്മളാവാൻ നമ്മൾ എപ്പോ തീരുമാനിക്കുന്നുവോ അപ്പോഴാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ, എംബ്രേസ് ദി ഓതന്റിസിറ്റി. നമ്മൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണം. നമ്മൾ എന്താണോ അതാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ സത്വത്തെ സ്നേഹിക്കാനാവും. ദി സെക്കൻഡ് തിങ്, സെലിബ്രേറ്റ് ദി യുണീക്നെസ്. ഈ ലോകത്ത് നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ സത്യം നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകതകൾ ചിലപ്പോൾ നമുക്കുണ്ടാവും. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് പോലെ ചിലപ്പോൾ മറ്റൊരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കഴിവുകൾ, നമ്മുടെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയുക. അത് ചിലപ്പോ ഒരാളെ സ്നേഹിക്കുന്നതാകാം, ഒരാൾ നല്ല വർത്തമാനങ്ങൾ പറയുന്നതാവാം, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതാകാം. അങ്ങനെ ഒരുപാട് കഴിവുകൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്. ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ യുണീക്നെസ് നമ്മൾ എൻജോയ് ചെയ്യുക. ദി തേർഡ് തിങ്, ഡോണ്ട് പ്രിറ്റൻഡ്. നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കരുത്. നമ്മുടെ ജീവിതം നമ്മളായി തന്നെ നമ്മൾ ജീവിക്കണം. മറ്റുള്ളവരുടെ പ്രത്യേകതകൾ കോപ്പി ചെയ്യാനും ആ പ്രത്യേകതകൾ കണ്ട് അതുപോലെ അവരെ അനുകരിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ നമ്മളായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. ഡോണ്ട് പ്രിറ്റൻഡ്. ദി ലാസ്റ്റ് തിങ്, സെൽഫ് അക്സെപ്റ്റൻസ്. നമ്മൾ എപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ ആരംഭിക്കുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതം വിജയിക്കും. നമ്മുടെ പ്രത്യേകതകളെ നമ്മൾ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കുക. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ എംപവേർഡ് ആവും. നമുക്ക് പല പ്രതിസന്ധികളും നമ്മൾ മുന്നിൽ കാണുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ മറ്റുള്ളവരുടെ കഴിവുകളിൽ നമ്മൾ ഭയപ്പെട്ടു പോകുമ്പോഴൊക്കെയാണ്. ആ തടസ്സങ്ങളിൽ നിന്ന് നമുക്ക് മാറി നമ്മളായിട്ട് ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. നമുക്ക് ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സ് ഫ്രീ ആവും. ആ ഫ്രീഡം നമ്മൾ എൻജോയ് ചെയ്യുക. അപ്പോ നമ്മൾ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ വേറെ ആരെങ്കിലും ഒക്കെ ആയി ജീവിച്ച് നമ്മുടെ ജീവിതം വേസ്റ്റ് ആക്കരുത്. കാരണം ഒരിക്കലും യാഥാർത്ഥ്യത്തിനുള്ള അംഗീകാരം ഒരു കോപ്പിക്ക് കിട്ടില്ല. അതിപ്പോഴും ഒരു കോപ്പി മാത്രമായിരിക്കും. അപ്പോ നമ്മളായിട്ട് ജീവിക്കാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ വേറൊരാളെ അനുകരിക്കാനുള്ള ആ ശ്രമങ്ങളിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റാൻ പറ്റും. ഒരിക്കലും താമസിച്ചിട്ടില്ല. നമ്മൾ തിരിച്ചറിയുക നമ്മുടെ പ്രത്യേകതകളും നമ്മുടെ കഴിവുകളും. നമ്മുടെ ജീവിതം നമ്മുടേതാണ്. താങ്ക് യു.